മുനമ്പം വിഷയത്തിൽ അതിന്റെ ആധാരങ്ങൾ പഠിച്ചു. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അതിന്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധിയായതുകൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. നമസ്കാരം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കിടപ്പാടം അല്ലെങ്കിൽ വർഷങ്ങളായി തങ്ങളുടെ കാർന്നവന്മാരായി തങ്ങൾ അനുഭവിച്ചു വരുന്ന വസ്തുവകകൾ വഖഫിൻ്റേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടായ ഞെട്ടലാണ് ഇപ്പോഴും മുനമ്പം നിവാസികൾക്ക്. തങ്ങൾ ജീവിക്കുന്ന ഈ മണ്ണ് പരമ്പരാഗതമായി തങ്ങളുടെ കാർന്നവന്മാരായി തങ്ങൾക്ക് ഉള്ള മണ്ണ്, കരമടച്ച് സ്വന്തമാക്കി വച്ചനുഭവിക്കുന്ന മണ്ണ്, ഇത് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭൂമിയാണെന്നറിയുമ്പോൾ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? മുനമ്പം തീരദേശ നിവാസികൾ മാസങ്ങളായി കണ്ണീരിൽ തന്നെയാണ്. ഇത് മുനമ്പത്തിൻ്റേത് മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെമ്പാടും വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് പലരും കുടിയിറക്കപ്പെടുന്ന ഒരു ഭീഷണിയിൽ നിൽക്കുമ്പോൾ എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് സർക്കാരുകൾ തലപുകഞ്ഞാലോചിക്കുന്നു. ഇവിടെ പല മത സംഘടനകളും അവകാശവാദങ്ങളുമായി മുന്നോട്ട് വരുന്നു. മറ്റു ചില മതസംഘടനകൾ ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. മുനമ്പം വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്ന ഭൂമി ഉൾപ്പെടെ വഖഫ് സ്വത്താണ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ മാത്രമല്ല, മുനമ്പത്തുള്ള നാനാജാതി മതസ്ഥരുടെ വീടുകൾ പോലും വഖഫ് സ്വത്താണ്, അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന ഭൂമി വഖഫ് സ്വത്താണെന്നറിയുമ്പോൾ കാലാകാലങ്ങളായി തങ്ങൾ അനുഭവിച്ച് കരമടച്ച് അനുഭവിച്ചു വരുന്ന ഈ ഭൂമി ഇനി വിട്ടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് മുനമ്പം നിവാസികൾ. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകും. വഖഫ് നിയമം ഒരു കാരണവശാലും കിടപ്പാടം നഷ്ടപ്പെടുത്തുന്ന ഈ നിയമം ഞങ്ങൾ അനുസരിക്കില്ല എന്ന് തന്നെയാണ് മുനമ്പം നിവാസികൾ പറയുന്നത്. എന്നാൽ സമസ്ത ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്, വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ചില ആധാരങ്ങളിൽ ചില സാധൂകരണങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അവ ഒന്നുകൂടി പഠിച്ചതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ സാധിക്കൂ എന്നാണ് സമസ്ത ജമിയത്ത് ഉലമയുടെ സമ്മേളനത്തിന് എത്തിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചത്. അതായത് ചില ഭൂമികൾ വഖഫ് സ്വത്ത് തന്നെയാണ് എന്നാണ് ചില ആധാരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിൽ നിയമപരമായി എന്ത് നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആധാരങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചതിന് ശേഷം കൃത്യമായി അഭിപ്രായം പറയാം എന്ന് തന്നെയാണ് സമസ്ത ജമിയത്തുൽ ഉലമ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും മുനമ്പം നിവാസികൾ കുടിയിറക്കപ്പെടും എന്ന ഭീഷണിയിൽ നിൽക്കുമ്പോൾ സമസ്ത ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്ത് തന്നെയായാലും മുനമ്പം നിവാസികൾ കുടിയിറക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭീഷണിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മുത്തുക്കോയ ജിഫ്രി തങ്ങളുടെ ഈ പരാമർശം ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുക, എത്ര ആശങ്കയോടുകൂടിയാണ് അവരത് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വിഷയം. എന്തായാലും നമുക്ക് സമസ്ത ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. സംവിധാനമായിട്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. അല്ല, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ ഇപ്പൊ തീരുമാനിച്ചതാണ്. മുനമ്പം വിഷയത്തിൽ അതിന്റെ ആധാരങ്ങൾ പഠിച്ചു. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അതിന്റെ ആധാരത്തിൽ ഇതൊരു മതപരമായ ഒരു വിധിയായതുകൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്. മനസ്സിലായ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാത്ത ചില കാര്യങ്ങൾ അതിന് വായിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം പറയും.